ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രി ശാരി എന്ന രൂപയുടെ ശരീരം അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് കേട്ടോ. മനസ്സിൽ പറയുകയാണ്, എങ്ങനെയും ഇതെടുത്ത് വണ്ടിയുടെ ഡിക്കിയിലിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കളയാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ മനോഹർ ഉറങ്ങാണ്ട് കിടക്കുവാണ് കേട്ടോ. മനസ്സിൽ ചിന്തിക്കുവാണ്, നിഷ വിളിക്കുകയും ചെയ്യുമായിരിക്കും, എടുക്കാണ്ടിരുന്നാലും പ്രശ്നമാണ്. ഇവളുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഫോൺ എടുക്കാനും പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് നിഷ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ സരയു ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പയ്യെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് മനോഹർ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ശാരി രൂപയുടെ ഈ ബോഡിയും കൊണ്ട് ഹാളിൽ കൂടെ പോകുന്നത് കാണുന്നത്. ഇത് കണ്ട് ഞെട്ടിയിട്ട് മനോഹർ അമ്മേ എന്ന് വിളിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാരി കൈകൂപ്പി തൊഴുത് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അറിയാണ്ട് പറ്റിപ്പോയതാ മോനെ, വേണമെന്ന് വെച്ച് ചെയ്തതല്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിച്ച് വിറച്ച് നമ്മുടെ മനോഹർ രൂപയുടെ കയ്യിലെ പൾസ് നോക്കുവാണ് കേട്ടോ. നോക്കുമ്പോൾ തന്നെ മനോഹറിന് മനസ്സിലാവുന്നുണ്ട് പൾസുണ്ട്, ആൾ തട്ടിപ്പോയിട്ടൊന്നുമില്ല. എന്തായാലും ദൈവമായിട്ട് കൊണ്ടു തന്ന ചാൻസാണ്, ഇത് ഉപയോഗിച്ച് കുറച്ച് കാശ് മേടിക്കാം ഈ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന് പറഞ്ഞ് മനോഹർ പറയാം, അമ്മേ പോയി, ജീവൻ പോയി, പൾസ് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നതെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശാരി ആകെ പേടിച്ച് വരച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും മനോഹർ പറയാം, പേടിക്കണ്ട, അമ്മേൻ്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒരു 2-3 ആൾക്കാരുടെ പണിയുണ്ട്, എങ്ങനെയാലും ഇത് ഇവിടുന്ന് മാറ്റാം, അമ്മ ടെൻഷൻ ആവണ്ട. പക്ഷേ ഇപ്പോൾ റെഡി ക്യാഷ് വേണം, എൻ്റെ കയ്യിൽ അക്കൗണ്ടിലാണ് ക്യാഷ്, വീട്ടിലൊന്നും അങ്ങനെ ക്യാഷ് വെക്കാറില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശാരി പറയാം, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് മോനെ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, ഒരു 2 ലക്ഷം രൂപയിലും വേണ്ടി വരും അമ്മയെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാരി പയ്യെ മുറിയിൽ പോയി അത് എടുത്തിട്ട് വരാം, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചതാണെന്നും പറഞ്ഞ് രാഹുൽ ഉറങ്ങുന്ന മുറിയിൽ പയ്യെ കയറി ഷെൽഫിൽ നിന്ന് ക്യാഷ് എടുക്കുവാണ് കേട്ടോ. ക്യാഷൊക്കെ എടുത്ത് വെള്ളോട്ട് വന്ന് രാഹുലിൻ്റെ കിടപ്പ് കാണുമ്പോൾ ശാരി മനസ്സിൽ ചിന്തിക്കുക, ഇങ്ങനെ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്, എന്നിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങി ചെന്ന് മനോഹറിൻ്റെ ക്യാഷ് കൊടുക്കുവാണ് കേട്ടോ. അപ്പം മനോഹറിൻ്റെ ക്യാഷ് കൊടുക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അമ്മ ഇത് ഞാൻ നാളെ തിരിച്ച് അമ്മയുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ശാരി പറയാണ്, എൻ്റെ പൊന്നു മോനെ വേണ്ട, മക്കളാണേലും മരുമക്കളാണേലും ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ കൈവിടുന്ന കാലമാണ്, ഇതൊന്നും അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയാം, ഞാൻ ഇവരുടെ ശരീരം ഇവിടുന്ന് എടുത്തു മാറ്റി എന്തായാലും പുറത്ത് കൊണ്ടുപോയി ആൾക്കാരെയും കൊണ്ട് എവിടെയെങ്കിലും മറവ് ചെയ്യാം, അമ്മ ടെൻഷൻ ആവണ്ട എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അപ്പോൾ ശാരി ഇവരുടെ കാലെ പിടിക്കുമ്പോഴത്തേക്കും ശാരി പറയുന്നുണ്ട്, മോനെ ഇവരുടെ കാലിന് ചൂടുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ശരീരം തണുക്കണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയുകയാണ്, അമ്മ അത് സ്റ്റോർ റൂമിലല്ലേ ഇത്രയും നേരം കിടന്നേ, അതുകൊണ്ടായിരിക്കും, അതിൻ്റെ ചൂടാ, അമ്മ എന്തായാലും ടെൻഷനൊന്നും അടിക്കണ്ട എന്നും പറഞ്ഞ് വണ്ടിക്കകത്ത് കയറ്റിയിട്ട് മനോഹർ അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ശാരി പറയുന്നുണ്ട്, മോനെ സൂക്ഷിച്ചോണേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മോൻ്റെ തലയിലാവും ഞാൻ ചെയ്തതും കൂടെ, എൻ്റെ മോളുടെ ജീവിതമാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മനോഹറിൻ്റെ കൂട്ടുകാരനെ വിളിച്ച് വരുത്തുവാണ്. എന്നിട്ട് അവനോട് പറയാം, നീ ബൈക്ക് ഇവിടെ ഒതുക്കിയിട്ട് വണ്ടിയിൽ കയറ്, ഈ വണ്ടിയുടെ പുറകിൽ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇവിടെ അല്ലടാ, ട്രങ്കിൻ്റെ അകത്ത് ഡിക്കിക്കകത്ത് കിടപ്പുണ്ട് സരീവിൻ്റെ അമ്മ എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന കൂട്ടുകാരൻ ഞെട്ടിയിട്ട് പറയണേ, നീ നിൻ്റെ അമ്മായിമ്മേനെ തട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ അമ്മായിമ്മയല്ല, അവളുടെ ശരിക്കുള്ള അമ്മായിമ്മയില്ലേ, ശരിക്കുള്ള അമ്മ, അവൾ എൻ്റെ ശരിക്കുള്ള അമ്മായിമ്മ, അവരെ എൻ്റെ അമ്മായിമ്മ ഇപ്പോഴത്തെ അമ്മായിമ്മ തലക്കടിച്ച് വീഴ്ത്തിയതാ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, തട്ടിപ്പോയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആൾക്കാർ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന കാലമല്ലേ, ഏതെങ്കിലും തോട്ടിൻ്റെയോ കായലിൻ്റെയോ അവിടെ കൊണ്ട് ചെയ്തങ്ങ് തള്ളിയിടാം, അവിടെ കിടന്ന് ചാവുകയാണെങ്കിൽ ചാവട്ടെ എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടും കൂടെ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി ശരീരം പയ്യെ എടുത്ത് അവിടുത്തെ ജലാശയത്തിൽ കളയാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അതിലെ പോലീസ് വരുവാണ് കേട്ടോ. പെട്ടെന്ന് ഇവർ പോലീസിനെ കാണുമ്പോൾ ഒന്ന് അടുങ്ങുന്നുണ്ട്. പോലീസാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താടാ ഈ നട്ടപ്പാതിരാത്രിക്കെന്ന് പറയുമ്പോൾ, കാറ്റ് കൊള്ളാൻ ഇറങ്ങിയ സാറേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വണ്ടി വേണേൽ പരിശോധിച്ചോ എന്നൊക്കെ പറയുവാണ് കേട്ടോ മനോഹർ. കഴിയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഈ രാത്രി തന്നെ നിനക്ക് കാറ്റ് കൊള്ളണമെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴും മനോഹർ പറയുന്നത്, എൻ്റെ പൊന്നെ ഇപ്പോഴും ആശ്വാസമായെന്ന് പറയുമ്പോഴത്തേക്കും മനോഹറിൻ്റെ കൂട്ടുകാരൻ പറയുക, എടാ എനിക്കിപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നേ, എത്രയാണെന്ന് പറഞ്ഞാലും ആ പുറകെ കിടക്കുന്ന നിൻ്റെ ശരിക്കുള്ള അമ്മായിയമ്മ നിനക്ക് അവിടെയുള്ള നിൽക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടാ, അവരെ എന്തായാലും വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നാൽ ശരിയാവുകയില്ല, നമ്മളായിട്ട് തന്നെ നമുക്കുള്ള കുഴി തോണ്ടേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഏതെങ്കിലും ആൾപ്പാർപ്പുള്ള എവിടെയെങ്കിലും കൊണ്ട് ഇവരെ ചാരി വെക്കാം, ആരെങ്കിലും എടുത്തുകൊണ്ട് വല്ല ഹോസ്പിറ്റലാക്കുവാണെങ്കിൽ രക്ഷപ്പെടുവാണെങ്കിൽ അതല്ലേ നല്ലതും, ഇവരുടെ പേരും പറഞ്ഞല്ലേ നീ അമ്മായിച്ചൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മനോഹരനും തോന്നുവാണ്, അത് ശരിയാണ്, ഇവരെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാഹുൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഹുലിന് പേടിക്കാനൊന്നുമില്ല, അപ്പോഴത്തേക്കും പിന്നെ ആ തുറപ്പിച്ചിട്ട് കയ്യിൽ നിന്ന് പോകുമല്ലോ എന്നോർത്ത് അവർ രണ്ടും കൂടെ തീരുമാനിക്കുവാണ് താരയുടെ ബോഡി
എവിടെയെങ്കിലും കൊണ്ട് ആൾപ്പാർപ്പുള്ള ഒരു സ്ഥലത്ത് ചാരി വെക്കാം, അപ്പോൾ ആരെങ്കിലും കണ്ട് ആശുപത്രിയിൽ എത്തിക്കട്ടെ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പോലീസുകാർ നേരെ ചെല്ലുന്ന രാഹുലിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. വാതിൽ തുറക്കുന്ന ഷാരി മനസ്സിൽ ചിന്തിക്കുക, ദൈവമേ പിടിക്കപ്പെട്ടോ എന്നോർത്താകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഷാരിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും